ഞങ്ങൾ 3 ആൾക്കാർ നഷ്ടപ്പെട്ടാണ്. അപ്പോൾ അവരെ തെരഞ്ഞു വന്ന നിങ്ങൾ എവിടെ വരുന്നത്? ഞങ്ങൾ കൊണ്ടോട്ടിന്നാ, ഒഴുകൂര് പറഞ്ഞ സ്ഥലത്ത്. നമ്മളെ ഒന്ന് സിസ്റ്ററാണ്, സിസ്റ്ററെ ഭർത്താവും അവരെ മകനും. 8 വയസ്സ് കുട്ടിക്കുള്ളത്. സിസ്റ്റർക്ക് 49-50 വയസ്സുണ്ടാവും. മറ്റേ ഭർത്താവിന് 54 വയസ്സ്. അളിയന്. ഇവിടുത്തെ ലിസ്റ്റിൽ 140 ആളുകളുടെ പേരെഴുതിയിട്ടുണ്ട്. അതിലും കണ്ടിട്ടില്ല. സർക്കാർ ആശുപത്രിയിൽ നോക്കിയായിരുന്നോ? അവിടെ നോക്കി. അവിടെ രാവിലെ മുതൽ ഞങ്ങൾ അവിടെ തന്നെ. ഇതുവരെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ താമസത്തിന് സ്ഥലത്തെങ്ങാനും പോയി നോക്കിയായിരുന്നു നിങ്ങൾ? താമസിച്ച സ്ഥലത്ത് അവരെ ഒരു 5 പോയി അറിഞ്ഞു. പോയിട്ട് അവിടെ വീടൊന്നും കാണില്ല. വീടൊക്കെ ഒലിച്ചു പോയിണല്ലോ. വീടില്ല, നിലവിലില്ല. പിന്നെ അത് രക്ഷപ്രവർത്തനം എത്തിയിട്ടില്ല. അങ്ങോട്ട് പോയിട്ടില്ല. കറക്റ്റ് ഏത് സ്ഥലത്താണ് അത്? മുണ്ടക്കൈ പള്ളിൻ്റെ അവിടുന്ന് ഈ പുഞ്ചിരി മറ്റേ ഇതിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട്, അതിൻ്റെ താഴത്തായിട്ടാണ്. അവിടെയാണ് ഈ ഉരുൾപൊട്ടൽ നടന്നത്. അതിൻ്റെ കുറച്ച് താഴത്താണ് ഇവരെ വീടുള്ളത്. സമീപത്തുള്ള വീട്ടുകാരും കാണാനോ സംസാരിക്കാനോ പറ്റുമോ? സംസാരിക്കാൻ അവരൊക്കെ ഒഴിഞ്ഞു പോയിണ് അവിടുന്ന്. അതിൻ്റെ മുകളിലൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടുകാരൊക്കെ 2 ദിവസം മുമ്പായിരുന്നു ഒഴിഞ്ഞു പോയിന്. പിന്നെ അതിൻ്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ആ സൈഡിലുള്ളവരൊക്കെ മിസ്സായിന്. അവരൊന്നും കാണുന്നില്ല. പിന്നെ അപ്പോൾ അവരൊരു 5 ഉണ്ടായിരുന്നു കുറേ മുകളിൽ. അതായത് അവിടെ മറ്റേ ക്യാമ്പിലുണ്ടായിരുന്നു ഒരു 5. അപ്പോൾ അവരവിടെ അങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ അവിടെ വീടൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അവിടെയൊക്കെ അങ്ങനെ ഇപ്പോൾ ഇതായി മണ്ണായി കിടക്കുകയാണ്. വീടുള്ള അടയാളം കാണുന്നില്ല എന്നാണ്, വീട് തന്നെ കാണാനില്ല എന്നാണ് നമുക്കുള്ള വിവരം. പക്ഷേ നമുക്കാർക്കും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പല ആശുപത്രികൾ ക്യാമ്പുകളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം മറ്റു ചിലരും അതുപോലെ ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പലരും വന്നിട്ട് ചിലർ വളരെ നിരാശയോടെ വളരെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കും ഇവിടേക്ക് വരിക, ഈ പട്ടിക നോക്കുന്നത്. അവരുടെ വേണ്ടപ്പെട്ടവരുടെ പേര് അവിടെ കാണുമ്പോൾ മുഖത്ത് നിറയുന്നൊരു തെളിച്ചമുണ്ട്, ഒരു പ്രകാശമുണ്ട്. അത് ആ സന്തോഷത്തോടെ അല്ലെങ്കിൽ ആ ഒരു ആശ്വാസത്തോടെ അവർ ആശുപത്രിക്കകത്തേക്ക് ഓടിക്കയറി പോകുന്ന ചില ആളുകൾ. മറ്റുള്ളവർ നമ്മോടിപ്പോൾ സംസാരിച്ച ആളുകളെ പോലെ വലിയ പ്രതീക്ഷയോടെ വന്നു നോക്കുന്നു. അവരുടെ ബന്ധപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരുടെ പേരുകൾ കാണുന്നില്ല എന്നറിയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ, ഇനി എങ്ങോട്ട് പോയി അന്വേഷിക്കണമെന്നറിയാതെ, ആരോട് ചോദിക്കണമെന്നറിയാതെ ആകെ നിസ്സഹായരായി നിൽക്കുന്നൊരു സാഹചര്യം. ഇത് മാത്രമല്ല, ഈ പ്രദേശങ്ങളിലേക്ക് പോയി നോക്കാൻ പോലും അവർക്ക് പറ്റാത്ത സാഹചര്യമാണ്. കാരണം കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇത് മാത്രമല്ല, അവിടേക്ക് മുഴുവനും കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ മണ്ണും കല്ലും മൺകൂനയുമായി മാറിയ, ചെളിക്കുണ്ടായി മാറിയ ഒരു സാഹചര്യം. അങ്ങനെ ഇനി നാളെ ഈ രാത്രി കൂടി അവർക്ക് ഈ രീതിയിൽ വേദന തിന്ന് വേണം, അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി തന്നെ വേണം ഈ ഒരു രാത്രി കൂടി കഴിച്ചു കൂട്ടാൻ. നാളെ NDRFൻ്റെയും മറ്റു സംഘങ്ങളുമൊക്കെ പരിശോധന നടത്തുമ്പോഴാണ് അവരുടെ അടുത്ത പ്രതീക്ഷ. അത് ജീവനോടെ ലഭിക്കുമോ, ഇനി അതല്ല ചേതനയേറ്റ ബന്ധുക്കളുടെ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ള ഒരാശങ്കയിൽ തന്നെയാണ് പല ആളുകളും കഴിയുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. വയനാട്ടിൽ നിന്ന് മാത്രമല്ല, മറ്റു ഇടങ്ങളിൽ നിന്ന് പോലും ബന്ധുക്കളെ അന്വേഷിച്ച് വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ സങ്കടകരമായ സാഹചര്യമാണ് ഈ ക്യാമ്പുകൾക്ക് മുന്നിലും അതുപോലെ തന്നെ ആശുപത്രികൾക്ക് മുന്നിലുമൊക്കെ കാണാൻ കഴിയുന്നത്. ഇനി കൂടുതൽ ആളുകളെ പരിക്കേറ്റോ അല്ലെങ്കിൽ മൃതദേഹമൊക്കെ എത്തിച്ചാൽ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആശുപത്രിക്ക് മുന്നിൽ ആരോഗ്യ പ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ, മറ്റു ആളുകളൊക്കെ തന്നെ സന്നദ്ധ സേവരായി നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുകയും ചെയ്യാം. ഏതായാലും ഇനി നാളെ ഏതു രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും സർക്കാർ തലത്തിലൊക്കെ ഏകോപിപ്പിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഈ രാത്രിയിൽ ഒരു തരത്തിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യം. രക്ഷാപ്രവർത്തനം അത് ഇന്നത്തേത് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നാളെ മഴ മാറി നിന്നാലും ഇല്ലെങ്കിലും രക്ഷാപ്രവർത്തനം ഉണ്ടാകും. പക്ഷേ മഴ ഈ വിധത്തിൽ തുടരുകയാണെങ്കിൽ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണി തുടരുന്നൊരു സാഹചര്യമുണ്ട്, മണ്ണിടിച്ചിൽ ഭീഷണി തുടരുന്നൊരു സാഹചര്യമുണ്ട്. വൃഷ്ടിപ്രദേശത്തു നിന്നൊക്കെ വലിയ രീതിയിൽ കുത്തൊഴുക്ക്, മഴ പെയ്യുന്നതിനാൽ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും മുൻകരുതലോടെയുള്ള പ്രവർത്തനങ്ങളുമൊക്കെയാകും നാളെ നടക്കുക.